പാവപ്പെട്ട പ്രാദേശിക നേതാവ് ഒരു വാർഡ് മെമ്പറാകാൻ വേണ്ടി കഷ്ടപ്പെടുക. അങ്ങനെ മെമ്പറാകാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ CPM ഉയർത്തുന്ന ആയുധത്തിനെ മൂർച്ച കൂട്ടാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കരുത്. അതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. അത് ഏത് നേതാവാണെങ്കിലും തങ്ങളൊക്കെ നില ഭദ്രമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ 3-4 വർഷത്തേക്കോ അല്ലെ ഒരു വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും, അല്ലെ 3-4 വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഏത് നേതാവിനെതിരെ ആണെങ്കിലും ശരി തങ്ങളുടേതായ ഒരു അഭിപ്രായം പറയാം എന്നവർ ചിന്തിക്കരുത്. ശ്രീകുമാർ, ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിയമപരമായ വിഷയങ്ങൾ നിയമപരമായി അഡ്രസ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഇതിന് രാഷ്ട്രീയം ഒന്ന് നോക്കൂ. ഇന്ന് അതിരൂക്ഷമായ ഭാഷയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തുന്നതും രാഹുൽ മാങ്കൂട്ടം ചെയ്തത് ഹീനമായ സ്വന്തം പാർട്ടിക്കാരെ അടക്കം അപകീർത്തിപ്പെടുത്താനുള്ള PR വർക്കാണ് എന്ന് തുറന്നടിക്കുന്നതും കണ്ടു. നമ്മൾ നാറുന്നവനെ പേർന്നതിനെതിരെ പാർട്ടിക്ക് മുന്നറിയിപ്പ് നൽകുന്നത് കണ്ടു. കേരളത്തിലൊരു പ്രധാനപ്പെട്ട MP കോൺഗ്രസ് നേതാവ് ഇന്ന് ഹോർത്തൂസ് പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തലയും VD സതീശനും പറയുന്നത് നമ്മൾ കേട്ടു. ഈ കുറ്റകൃത്യത്തെ അവർ തള്ളിപ്പറയുന്നു മാത്രമല്ല ഇതിനേക്കാൾ ശക്തമായ നടപടി വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്ന് രമേശ് പറയുന്നു. കടൽ ഇളകി വന്നാലും ഈ വിഷയത്തിലെ നിലപാട് മാറില്ല എന്ന് സതീശൻ പറയുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും കോൺഗ്രസിന്റെ നിലപാട് ഇതാണെന്ന്. അതേസമയം തന്നെ UDF കൺവീനർ അടൂർ പ്രകാശ് സർവ്വശക്തിയും എടുത്ത് ഡിഫെൻഡ് ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കെണിയാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ശബരിമല വിഷയം മായ്ക്കാനുള്ള തന്ത്രമാണെന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പലപ്പോഴും എനിക്കടക്കമെതിരെ ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ട് എന്ന് ന്യായീകരിക്കുന്നു. എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ പോലും ഡിഫെൻഡ് ചെയ്യാത്തവണ്ണം UDF കൺവീനർ ഇറങ്ങി നിന്ന് ഇത് UDF കൺവീനറായി തന്നെ പറയുകയാണെന്ന് പറഞ്ഞ് രാഹുലിനെ ഡിഫെൻഡ് ചെയ്ത് നമ്മൾ കണ്ടു. MM ഹസൻ ഇതേ വാചകങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CPMന്റെ സ്റ്റണ്ടാണ് എന്ന വാദം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ കോൺഗ്രസിന് എത്ര നിലപാടുണ്ട് എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നോക്കൂ അഭിലാഷേ, ഇതിൽ 2 കാര്യങ്ങളാണല്ലോ. ഒരു രാഷ്ട്രീയ നേതാവ് ഉൾപ്പെട്ട ഒരു കേസായതുകൊണ്ട് അതിലത്തെ രാഷ്ട്രീയമാണ് പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൻ്റെ അന്തിമ വിശകലനത്തിൽ നോക്കിയാൽ അത് എത്തുന്നതും രാഷ്ട്രീയത്തിലേക്കാണ്. കാരണം CPM ആയാലും BJP ആയാലും അവർക്കൊക്കെ ഇങ്ങനെ കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പാർട്ടിയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് കോൺഗ്രസ് അതുകൊണ്ടാണ് മറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ മുമ്പിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ കാണാത്തൊരു പ്രവണത ഇതിൽ വന്നിട്ടുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ആ യൂത്ത് കോൺഗ്രസ് നേതാവ് സാധാരണയിൽ കോൺഗ്രസ്സിൽ എന്തെങ്കിലുമൊക്കെ ഒരു അച്ചടക്ക നടപടി എടുത്തു കഴിഞ്ഞാൽ ആ നേതാവ് പിന്നെ ചിലപ്പോൾ അപ്രത്യക്ഷനായി പോകും. കാരണം വെച്ചാൽ ആ രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ലാതായി പോകും. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല. അത് ഒരു പക്ഷേ ഈ മാറിയ കാലത്തുള്ള യുവജന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരിക്കാം, സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ടായിരിക്കാം. ഇപ്പോൾ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പോയപ്പോൾ അവിടെയുള്ള ഒരു കോൺഗ്രസ് നേതാവും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പോകണമെന്ന് പറഞ്ഞത് DYFIക്കാരും BJPക്കാരുമാണ്. അത് അവരുടെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇങ്ങനെ നിരന്തരം അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചോദിച്ചവർക്ക് തിരിച്ച് വോട്ട് ചോദിക്കുന്നു എന്നുള്ള ഒരു ന്യായം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നു. ആ ഒരു രാഷ്ട്രീയം കേരളത്തിൽ പരിചിതമായ രാഷ്ട്രീയമല്ല കോൺഗ്രസ്സിൽ. കാരണം കോൺഗ്രസ്സിലൊക്കെ മുൻകാലങ്ങളിൽ ഇങ്ങനെ നടപടിയെടുത്തവരൊക്കെ പിന്നീട് തിരിച്ചു വന്ന വർഷങ്ങൾക്കൊക്കെ ശേഷമാണ്. വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ CPMൻ്റെ ചില നിലപാടുകളുണ്ട്. അതാണ് ഈ ചർച്ച ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ കാരണം ഇത്തരം വിഷയം വരുമ്പോഴേ CPMൻ്റെ 2 നിലപാടാണ്. ഒന്ന്, അവരുടെ പാർട്ടിക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു നയം. 2, പാർട്ടിക്ക് പുറത്തുള്ളവരെ എതിർക്കാനുള്ള മറ്റൊരു നയം. ഈ ഒരു 2 ഇരട്ട നയം അവർ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസിലെ നേതാക്കൾ പല അഭിപ്രായങ്ങൾ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അന്തിമമായിട്ട് CPMൻ്റെ ഉദ്ദേശം എന്താണ്? കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതോ കേരളത്തിലെ സമൂഹത്തെയാണോ? കോൺഗ്രസിന് ബോധ്യമുള്ള പരാതിയാണല്ലോ. CPM എന്ത് നിലപാട് എടുക്കട്ടെ, BJP എന്ത് നിലപാട് എടുക്കട്ടെ, പക്ഷെ കോൺഗ്രസ് അഡ്രസ് ചെയ്യേണ്ടത് സമൂഹത്തെ അല്ലേ? അല്ല, അത് അങ്ങനെ നിസ്സാരമായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഈ വിഷയം കൊണ്ടു നടക്കുന്ന CPM ആണ്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം അവർ സമൂഹം ചോദിക്കുന്നത് CPMന് ഈ വിഷയം ചർച്ച ചെയ്യാൻ എന്താണ് ഒരു അവകാശം? കാരണം CPMന് ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ടായൊരു പാർട്ടിയല്ലേ. അപ്പോൾ അവർക്കിതൊരു രാഷ്ട്രീയ ആയുധമാക്കി അവർ മാറ്റുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ ആയുധം അവരെടുക്കുമ്പോൾ ആ ആയുധം വീശുമ്പോഴാണ് പുരോഗമനം എന്നൊരു ചിന്ത, ഒരു സന്ദേശം അവർ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ ചില കോൺഗ്രസ് നേതാക്കളെ പുരോഗമനത്തിൻ്റെ ആ ഒരു കുപ്പായം എടുത്ത് അണിയാനുള്ള താല്പര്യം കാണിക്കുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം. CPM 2-3 ആയുധമുണ്ട്. ഒന്ന്, അശ്ലീല ഒരു രാഷ്ട്രീയ ആയുധം അവരാക്കാറുണ്ട്. നുണ ഒരു രാഷ്ട്രീയ ആയുധം അവരാക്കാറുണ്ട്. പരിഹാസം രാഷ്ട്രീയ ആയുധം ആക്കാറുണ്ട്. ഈ ആയുധങ്ങൾ കണ്ടിട്ട് അതിൻ്റെ തിളക്കത്തിലേക്ക് ഒരു പുരോഗമനം ഉണ്ട് എന്ന രീതിയിലൊന്നും കണ്ടിട്ട് കോൺഗ്രസ്സുകാർ പോകരുത്. കോൺഗ്രസിൻ്റെ നേതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് 2 ആഴ്ചയേ ഉള്ളൂ.
ആ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഈ കേസ് ഇപ്പം പരാതിയായിട്ട് വന്നത്. മുഖ്യമന്ത്രിക്ക് നേരിട്ടുണ്ട് പരാതി കൊടുത്തു. ആ പരാതി പെട്ടെന്ന് അന്വേഷണം നടക്കുന്നു. അതൊരു വേറെ വിഷയമാണ്, നിയമപരമാണ്. അത് അങ്ങനത്തെ ഒരു സംഭവം ഒരു ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുമ്പോഴേ സാധാരണ ഇതിൽ കോൺഗ്രസ് നേതാക്കൾ അവർ മിണ്ടാതിരിക്കണം. കാരണം എന്താ വെച്ചാൽ അവിടെ പാവപ്പെട്ട പ്രാദേശിക നേതാവ് ഒരു വാർഡ് മെമ്പറാകാൻ വേണ്ടി കഷ്ടപ്പെടുക. അങ്ങനെ മെമ്പറാവാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ CPM ഉയർത്തുന്ന ആയുധത്തിനെ മൂർച്ച കൂട്ടാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കരുത്. അതാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. അത് ഏത് നേതാവാണെങ്കിലും തങ്ങളൊക്കെ നില ഭദ്രമാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ 3-4 വർഷത്തേക്കോ അല്ലേ 1 വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും, അല്ലെ 3-4 വർഷം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഏത് നേതാവിനെതിരെ ആണെങ്കിലും ശരി തങ്ങളുടേതായ ഒരു അഭിപ്രായം പറയാം എന്നവർ ചിന്തിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ പാവപ്പെട്ട നേതാക്കളുടെ, ഈ പാവപ്പെട്ട പ്രാദേശിക നേതാക്കൾക്ക് ഒരു ചിന്തയുണ്ട്, അവർക്ക് എങ്ങനെയെങ്കിലും ജയിച്ച് ഒരു പദവിയിലേക്ക് എത്തണം. പിന്നെ അഭിലാഷ് ഒരു മിനിറ്റ്, ഈ സമൂഹം ഇത് 2 തരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഈ വിഷയം 2 തരത്തിൽ ചർച്ച ചെയ്യുന്ന 2 അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ BJP തന്നെ ശങ്കുട്ടിദാസ് പറഞ്ഞതല്ലല്ലോ ഇന്ന് രാവിലെ അവരുടെ നേതാവായിട്ട് ഇപ്പോൾ വന്ന ADGP ശ്രീലേഖ പറഞ്ഞത്. അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടില്ലേ? അത് പാർട്ടി പറഞ്ഞ് തിരുത്തിയുള്ള ശരി, പക്ഷേ എന്തുകൊണ്ട് അവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു? അതുപോലെ ജയിക്കിൻ്റെ നേതാവുണ്ടല്ലോ ഐഷ പോറ്റി എന്താ പറഞ്ഞത്? കോൺഗ്രസ് നടപടിയെടുത്തപ്പോൾ എന്താ പറഞ്ഞത്? ഇത്ര തിരക്ക് പിടിച്ച് നടപടിയെടുക്കാൻ പാടില്ല. അപ്പോൾ അതോട് ചർച്ചയാണ്. പിന്നെ ഗോവിന്ദമ്മേഷ് എന്താ പറഞ്ഞത്? കുറ്റാരോപിതൻ. നിസ്സാര കാര്യമാണോ? LDF കൺവീനർ TP രാമകൃഷ്ണൻ എന്താ പറഞ്ഞത്? കുറ്റാരോപിതൻ. അത് ആരുടെ കാര്യത്തിലാണ്? അവരുടെ കാര്യത്തിൽ. അപ്പോൾ അവർക്കൊരു പൊതുനയം ഇക്കാര്യത്തിലുണ്ടോ? അപ്പോൾ അവരുടെ കാര്യത്തിൽ കുറ്റാരോപിതൻ. കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അപ്പം തന്നെ പ്രതി, അപ്പം തന്നെ ശിക്ഷ, അപ്പം തന്നെ കോടതി. ഇതാണ് സമൂഹം ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ പ്രതിക്കൂട്ടി CPM വരും. അതാണ് CPM-നെ ചൊടിപ്പിക്കുന്നത്. അതാണ് കാരണം കേരളത്തിലെ രാഷ്ട്രീയം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്വർണ്ണ കള്ളക്കടത്ത് എന്ന് പേര് കേട്ട പാർട്ടിയല്ലേ CPM. ഇപ്പം ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണ്ണം കെട്ടു എന്ന പേര് ദോഷമൊക്കെ മാറ്റി വിഷയം വരുന്നത് കൊണ്ട് മറ്റൊരു വിഷയം വന്നുകൂടായികയില്ലല്ലോ. ഇപ്പൊ ഒരു പെൺകുട്ടി, അവർക്ക് വലിയ വ്യഥ നേരിടുന്ന പെൺകുട്ടി, അവർ പരാതി കൊടുക്കാൻ എടുക്കുന്ന സമയം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പരാതിപ്പെടാം എന്നിപ്പോ ഒരാൾ വിചാരിക്കേണ്ട കാര്യമല്ലോ. ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം.